എന്തായാലും സിൽവർ ലൈൻ നടപ്പാക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് UDF സർക്കാർ. എന്നാൽ ബദലായി ഒരു അതിവേഗ യാത്രാ സംവിധാനം കേരളത്തിൽ വേണ്ടേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അത് UDF സർക്കാർ യാഥാർത്ഥ്യമാക്കുമോ എന്നുള്ളതാണ് ഇനി ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷ കൂടി നമുക്ക് നോക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു പദ്ധതിയാണ് കേരയിൽ പദ്ധതി. ഇപ്പോൾ ആ പദ്ധതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു ബദൽ സംവിധാനം വേണോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് റദ്ദ് ചെയ്തത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പദ്ധതി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ പറമ്പിൽ കൂടി കൊണ്ടുപോയിട്ട് മറ്റേ കുറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ജലദ്രോഹപരമായിട്ടുള്ള അത് റദ്ദ് ചെയ്ത് നന്നായി തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരയിൽ പദ്ധതി അതിൽ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരണം തന്നെയാണ് അഭിപ്രായം. നെഗറ്റീവുണ്ട്, പോസിറ്റീവുണ്ട്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് ഒഴിപ്പിക്കുന്ന വഴി കുറേ പേർക്ക് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതിന് പിന്നെ അവർ കോമ്പൻസേഷൻ കൊടുക്കാന്നൊക്കെ പറയൽ കുറച്ച് പണിയുള്ള കേസാണ്. പിന്നെ ആവശ്യകത നോക്കണം, ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ നോക്കണം. വേറെ കുറേ പർപ്പസ് കാര്യങ്ങളൊക്കെ വേണ്ട, മെട്രോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് നീട്ടാൻ നോക്കിയാൽ മതി. പിന്നെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ വയനാട് തൊട്ട് കാസർഗോഡ് വരെ നമുക്ക് പെട്ടെന്ന് പോയി വരാം. എത്ര കുടുംബം ഇല്ലാതാകുന്നേ, ആ കുടുംബത്തിന്റെ വീടിന്റെ നടുക്കൂടൊക്കെ അല്ലേ കല്ലിട്ടതും ഒക്കെ. നല്ല നടപടിയാ. എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കാര്യമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് UDF ഗവൺമെന്റ് ഇത്രയും എതിർത്തത്. അപ്പം ഡെഫിനറ്റ്ലി അവർ കയറിയുടനെ അത് ചെയ്തത് വളരെ നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരുപാട് പേര് അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഇൻ ഡീറ്റെയിൽ എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പേര് അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് ഞാൻ ന്യൂസ് ഫോളോ ചെയ്യുന്ന ടൈമിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി അവർ ചെയ്തതിൽ നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല കാര്യമാണ് അത് ഒഴിവാക്കിയത്. ഒക്കെ സതീശൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നടന്നത്. നല്ല കാര്യമാണ് നല്ല നടപടിയാണ്. എന്ത് പദ്ധതിയാണേലും വികസനമാണെന്ന് കണ്ടാൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇതെന്താണ് ഗവൺമെൻറ്റിനോ അല്ല ജനങ്ങൾക്കോ ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ വികസനം എന്തായാലും അത് നല്ലതാണ്. കേരളയിലാണേലും എന്താണേലും അതൊരു പ്രൊജക്റ്റ് അല്ലേ. അപ്പം അത് മറ്റുള്ളവരെ അത് വേദനിപ്പിക്കുമോ? കുറേ ആൾക്കാരുടെ സ്ഥലം പോകും. കുറേ ബൈറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ പോയതും ആൾക്കാർ സങ്കടത്തോടെ പറഞ്ഞതും കൂടുതലും കോൺഗ്രസിന് വോട്ട് ചെയ്തത് അതുകൊണ്ടാണെന്നും എന്ന്. ഇത് രാഷ്ട്രീയപരമായിട്ടില്ല, എന്താണേലും വികസനം നല്ലതിനാണ്. വികസനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട വികസനങ്ങളാണ് വരേണ്ടത്, മറിച്ച് ജനദ്രോഹ വികസനങ്ങളല്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിജിത്തിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.